അപ്പോൾ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇന്ന് വീട്ടിൽ ഇരുന്നുള്ള വീഡിയോ ആണ്. കാരണം ഇന്ന് നമുക്ക് എൻ്റെ റൈഡിങ് ഗിയർ എല്ലാം ഒന്ന് കാണിച്ചു തരാൻ പറ്റും. ഞാൻ ആദ്യം ആലോചിച്ചത് ഇന്ന് റൈഡ് പോകുന്നുണ്ട് രാത്രി. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻട്രോ ആയിട്ട് ഇത് കാണിക്കാമെന്നാണ്. പിന്നെ ഞാൻ ആലോചിച്ചു നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ റൈഡിങ് ഗിയർ എന്തെല്ലാം യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. പിന്നെ അതുപോലെ ഇതിന് മുന്നേ വ്ളോഗുകൾ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്നാണ് ഈ റൈഡിങ് ഗിയർ എല്ലാം വാങ്ങിയത്. അതായത് എൻ്റെ ജാക്കറ്റ്, പാൻറ്, ബൂട്ട്സ് എല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയത്. അതായത് കാലിക്കറ്റ് എന്തായിരുന്നു അതിൻ്റെ പേര്, പിറ്റ് സ്റ്റോപ്പോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ സ്റ്റോറിൻ്റെ പേര്. കാലിക്കറ്റാണ്, ഞാൻ അവിടെ നിന്ന് വാങ്ങിയത്. നല്ല സ്റ്റോറായിരുന്നു, കിട്ടുന്ന സ്റ്റോർ. പക്ഷേ അവർക്ക് ഷൗട്ട് ഔട്ട് കൊടുക്കാന്ന് വെച്ചാൽ പേരുമാണെന്നല്ലോ. ഞാൻ ഓർമ്മ വരുവാണെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും പിന്നെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ റൈഡ് ഏറ്റവും ആദ്യം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നോർമലി ഞാൻ ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലെ ജാക്കറ്റ് ഇടുമായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ ഈ ഒരു ടൈറ്റ്സ്, ഇതിന് ടൈറ്റ്സ് ആണെന്ന് തോന്നുന്നു പറയാം, നമ്മുടെ ഇതിൻ്റെ ഉള്ളിലിടുന്നത്, അതായത് ജാക്കറ്റിൻ്റെ ഉള്ളിൽ വളരെ തിന്നായിട്ടുള്ള, ഇപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഇടുന്നത്. ഇപ്പോൾ ടീഷർട്ട് ഇടാറില്ല, ഇത് മാത്രമേ ഇടും. ഇതിൻ്റെ മേലെ ഞാൻ ഇതിടും, നമ്മുടെ ജാക്കറ്റ് ഇടും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് വിയാറ്ററ, ഫ്രഷ് ഓൺ അൾട്ടിമേറ്റ് ഫ്രഷ്നെസ് വിത്ത് സിൽവർ ടെക് എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരും തോന്നുന്നു. ഇത് വലിയ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണോ എന്താ എന്നുള്ളതൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഫ്രഷ് ഓൺ അൾട്ടിമേറ്റ് ഫ്രഷ്നെസ് വിത്ത് സിൽവർ ടെക്, വിയാറ്റെറ സ്മോൾ മീഡിയം ആണ് സൈസ്, മോയ്സ്ചർ വിക്കിംഗ് 4-way സ്ട്രെച്ച്, നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ വെബ്സൈറ്റ് viateraggear.com, അതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. ഇപ്പോൾ ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നോക്കാം. നല്ല കംഫർട്ടാണ്, ഭയങ്കര കംഫർട്ടാണ്. അതായത് എനിക്ക് കുറച്ച് വയറൊക്കെ ഉണ്ട്, അതുകൊണ്ട് വയറൊക്കെ അങ്ങനെ തന്നെ കാണും, വയറൊന്നും ഉള്ളിലോട്ട് പിടിക്കില്ല. പക്ഷേ ദിസ് ഇസ് ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇതാണ് ആദ്യം ഞാൻ ഇടുന്നത്. ടീഷർട്ട് ഇടാറില്ല, ഇപ്പോൾ ഇതാണ് ഇടുന്നത്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ ജാക്കറ്റ് ഇടുന്നത്. അപ്പോൾ ഇനി ജാക്കറ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എല്ലാ ഗിയറും, അതായത് റൈഡിങ് ഗിയർ കംപ്ലീറ്റ്ലി നമ്മൾ എടുത്തിട്ടുള്ള ബ്രാൻഡ് സൊളൈസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതിലിപ്പോൾ എനിക്കിവിടെ ഷോൾഡറിൻ്റെ ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇവിടെ സൊളൈസ് എന്ന് കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് ഒന്ന് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്. അപ്പോൾ എൻ്റെ റൈഡിങ് ജാക്കറ്റ് ഈ ബ്രാൻഡാണ്, ബൂട്ട് ഇതേ ബ്രാൻഡാണ്, പാൻറ്റും ഇതേ ബ്രാൻഡാണ്. അപ്പോൾ ഈ റൈഡിങ് ജാക്കറ്റ് എടുക്കാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു റെയിൻ കോട്ടിൻ്റെ ഒരു ലെയർ വരുന്നുണ്ട്. ആ സാധനം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ മെയിൻലി എടുക്കാൻ കാരണം, ഒന്ന് ഇതിൻ്റെ കൂടെ അത് വരുന്നുണ്ട്, രണ്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ്. ഇത് ഷോൾഡറിൽ നല്ല ഷോൾഡർ പാഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ എൽബോ ഇത് ഇങ്ങനെ താഴ്ന്ന് ഇവിടം വരെ എൽബോ പാഡ് വരുന്നുണ്ട്. അത് ഏകദേശം ഇവിടുന്ന് ഈ ഒരു ഇത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന എൽബോ പാഡ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ ഏരിയയിൽ ഇവിടെ ഒരു പാഡ് വരുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ബാക്കിൽ വരുന്ന പാഡ് നമ്മുടെ പുറകിൽ വരുന്നത്, ലെഫ്റ്റ് സൈഡിലും സെയിം, റൈറ്റ് സൈഡിൽ വന്ന അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ ബാക്കിൽ ഇവിടെ H2O എന്ന് എഴുതിയത് കാണുന്നുണ്ടാവും. H2O എന്ന് എഴുതിയത്, അതായത് നമ്മുടെ വാട്ടർ പാക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. വാട്ടർ പാക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ ഇതിൻ്റെ പുറകിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ റേസിംഗ് ജാക്കറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. റേസിംഗ് ജാക്കറ്റിൽ ഇവിടെ ഇങ്ങനെ ഒരു മുളച്ചിരിക്കുന്ന ഒരു കൂന് പോലെ ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ നോക്കിയാൽ ഈ ഒരു പാഡും കൂടെ ഇതിലുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് മെറ്റലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, വലിയൊരു ഐഡിയ ഇല്ല. പക്ഷേ ഷോൾഡറൊക്കെ നല്ല കിഡിലനായിട്ട് എനിക്ക് നല്ല ഫിറ്റാണ്. ആൻഡ് അഗെയിൻ പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ട് സ്റ്റോറേജ്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു സിപ്പ് വരുന്നുണ്ട്, ഇവിടെ മേലെ ഇങ്ങനെ ഒരു സിപ്പ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പോക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റും അങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇവിടെ ഒരു സ്റ്റോറേജും കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇവിടെ ഒരു നമുക്ക് കാർഡോ അല്ലെങ്കിൽ നെയിം ടാഗോ എന്തെങ്കിലും വെക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമുക്ക് എമർജൻസി കോൺടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും വെക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാൻ പറ്റും. ഈ പാഡുകളെല്ലാം നമുക്കിത് ഇവിടുന്ന് ഈ വെൽക്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെടുത്ത് ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ എഗെയിൻ ഒരുപാട് പിന്നുകളുണ്ട്, പക്ഷേ ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാട് ബ്രീത്തബിളാണ്. ഇപ്പോൾ ഇവിടെ UAE റൈഡ് ചെയ്യുന്നവർക്ക് അറിയാം, ചൂടാണ്. ചൂടത്ത് ഇത് ഓടിക്കുമ്പോൾ തീരെ എയർ കയറാതിരുന്നാൽ ഭയങ്കരമായിട്ട് വേർക്കും, പക്ഷേ ഇതിൽ എയർ കയറും. അതായത് റെയിൻ കോട്ടിൻ്റെ ഉള്ളിലുള്ള ലെയർ ഇട്ടില്ലെങ്കിൽ ഇതിൽ എയർ കയറും. അപ്പോൾ അതാണ് ഒരു നല്ലൊരു ഓപ്ഷൻ എനിക്ക് തോന്നിയത്. നല്ല റേറ്റാണ് എനിക്ക് കിട്ടിയത്. എത്രയാണ് കറക്റ്റ് അതിൻ്റെ റേറ്റ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ടോട്ടലി എനിക്ക് തോന്നുന്നു ബൂട്ടും ജാക്കറ്റും ഇതെല്ലാം കൂടെ എനിക്കൊരു 35,000 എങ്ങനെയാണ് ടോട്ടൽ സെറ്റിന് കംപ്ലീറ്റ് ആയിട്ട് വന്ന് ഇന്ത്യൻ റുപ്പിയിൽ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏകദേശം എനിക്ക് തോന്നുന്നു 1,500 ദിർഹംസോ അങ്ങനെ എന്തോണ് വന്നത്. അപ്പോൾ സൊളൈസ് ബ്രാൻഡിൻ്റെ ഇതാണ്. പിന്നെ ഇവിടെ എല്ലാം ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ കൈയൊക്കെ ഇവിടെ ബൈസെപ്സിൻ്റെ ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
പിന്നെ എൽബോയുടെ ഇവിടെ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി കഫ് എന്തായാലും ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 100% ഉണ്ടായിരിക്കും ഏതാണെങ്കിലും. അപ്പോൾ അതാണ് നമ്മുടെ റൈഡിങ് ജാക്കറ്റ്. ഇനി ജാക്കറ്റ് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ പാൻറ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈഡിങ് പാൻറ്. ഇത് എങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഇത് ഇങ്ങനെയാണ് റൈഡിങ് പാൻറ്. നോർമലി എല്ലാ പാൻറ്റുള്ള പോലെ തന്നെയാണ് പാൻറ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലും ഒരു ലെയർ വരുന്നുണ്ട്. അപ്പോൾ ഈ ലെയർ ഇപ്പം ഞാൻ ചെയ്യാറ്, നോർമലി ഞാൻ സാധാരണ ചെയ്യാറ് ഒരു ട്രാക്ക് സ്യൂട്ട് ഉള്ളിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇത് ഇടാറായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഒരു വെരി കംഫർട്ടബിൾ നല്ലൊരു ലെയർ ഇതിൻ്റെ ഉള്ളിലുണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട്. അതായത് ഒരു പാൻറ് തന്നെ എന്ന് പറയാം, നല്ല കംഫർട്ടബിൾ ഒരു പാൻറ് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നേരെ അണ്ടർവെയർ അങ്ങ് കയറ്റിയിടും, എന്നിട്ട് ഇത് അങ്ങ് ഇടും. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇൻബിൽഡ് പാൻറ് ഉണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ പാൻറ് നമുക്ക് റിമൂവ് ചെയ്ത് അതില്ലാതെ യൂസ് ചെയ്യാം. നിങ്ങൾ സെപ്പറേറ്റ് പാൻറ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും എഗെയിൻ സൊളൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇതാണ് നമ്മുടെ റൈഡിങ് പാൻറ്. ഇതിൻ്റെ ഇവിടെ എല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് ബാക്ക്, നമ്മുടെ ബാക്കിൻ്റെ താഴെ അതെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഇതിന് പറയാം ജോയിൻറ്റിൽ ഇവിടെ ലെതർ പോലെ ഒരു ലെയറാണ് ഇവിടെ വരുന്നത്. അതൊക്കെ നനയുമ്പോൾ, അതായത് നമ്മുടെ മഴ പെയ്യുമ്പോൾ സീറ്റിൻ്റെ അതിലൂടെ നനവ് വരുമ്പോൾ അതൊക്കെ കുറേയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, നമ്മുടെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റോറേജ് സിസ്റ്റം എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോൺ വെക്കാനും പേഴ്സ് വെക്കാനൊക്കെ ആണെങ്കിൽ നോർമലി ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ നമ്മുടെ കാർഗോ പാൻറ് പോലെ സൈഡിൽ ഈ ഒരു പോക്കറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ നീ നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് അത്യാവശ്യം നമ്മുടെ നീ മുതൽ ഈ ഷിന്നിലോട്ട് ഇറങ്ങി, അതായത് നമ്മുടെ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് പ്രൊട്ടക്ഷനാണ് ഇതുള്ളത്. പിന്നെ അഗൈൻ ടൈറ്റൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സൈഡിൽ ഇവിടെ ചെറുതായിട്ട് ഒരു സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട് സൈഡിൽ. പിന്നെ അതുപോലെ വെൽക്രോ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അര ടൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിൽ ഇതേ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിലോട്ട് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ വെച്ച് ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലിട്ട് നേരെ ഒറ്റ വലിയ വലിച്ചാൽ അത് അവിടെ ലോക്കായി കിടക്കും. പിന്നെ തുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് വെറുതെ നീങ്ങില്ല, ലൂസായി പോവില്ല. സോ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈഡിങ് പാൻറ്. ഇതും എഗെയിൻ സൊളൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ റൈഡിങ് പാൻറ്. ഇനി നമ്മുടെ റൈഡിങ് ബൂട്ട് എഗെയിൻ ഇറ്റ്സ് സൊളൈസ്. എൻ്റെ കാല് അത്ര വലിപ്പമുള്ള കാലല്ല, അപ്പോൾ അതുകൊണ്ട് ചെറിയ സൈസാണ്. എൻ്റെ അത്ര 8 ആണെന്ന് തോന്നുന്നു സൈസ്, 39. പക്ഷേ നോർമലി ഞാൻ ഷൂ എടുക്കാറ് 40. പക്ഷേ എന്നാലും എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എൻ്റെ കാലിൻ്റെ സൈസ് ചെറുതാണ്. അപ്പോൾ ഇതും സൊളൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നമ്മൾ വാങ്ങിയത്. ഇത് ഇവിടെ കാണാൻ പറ്റും, സൊളൈസ് എന്ന് കാണാം. പക്ഷേ നല്ല കിടിലൻ സാധനം, എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് യൂസ് ചെയ്യാൻ. പിന്നെ കാണാനും വലിയ വൃത്തികേടില്ല. ഫ്രണ്ടിൽ മെയിനായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫ്രണ്ടിൽ അതാണ് മെയിനായിട്ട് നോർമലി എല്ലാ ബൂട്ട് വാങ്ങുമ്പോഴും നോക്കുന്നത്. പിന്നെ താഴെ സോളും വലിയ കുഴപ്പമില്ല, അധികം സ്ലിപ്പ് ആവില്ല. മെയിൻ അതാണ്. കാരണം നമ്മുടെ ഹെവി വണ്ടികൾ ഏതെങ്കിലും ഓടിക്കുകയാണെങ്കിൽ നമ്മൾ കാല് വെച്ച് കാലെങ്ങാനും സ്ലിപ്പായി പോയാൽ നമുക്ക് അത് ഗ്രിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നല്ല സോളാണ്. ഇതിൻ്റെ ക്ലോസിങ് മെക്കാനിസം ഇതാണ്, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ കാലിറക്കി വെച്ചിട്ട് പിന്നെ ഈ സിപ്പ് ടൈറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ വെൽക്രോ ഒട്ടിച്ച് വെച്ചാൽ സേഫ് ആൻഡ് സൗണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ റൈഡിങ് ബൂട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ അറിയാലോ, ഇതിൻ്റെ റൈറ്റ് സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം നോർമലി ഇപ്പോൾ ഈ ഷൂവിൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ലിവർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തട്ടി ഇവിടെ അടയാളങ്ങളും അത് ചിലപ്പോൾ പൊട്ടി പോകുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗിയർ ലിവർ ഉള്ള വണ്ടി നമ്മൾ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഗിയർ ലിവർ ഉള്ള വണ്ടികളാണെങ്കിൽ ഈ സാധനം ഇവിടെ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ മെറ്റീരിയലിൽ കേടൊന്നും വരില്ല. സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. ഇത് കണ്ടോ, ഇങ്ങനെ മടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്റ്റിഫായിട്ട് ഇരിക്കുകയൊന്നുമില്ല, എല്ലാം കൊണ്ടും നല്ല സാധനമാണ്. അപ്പോൾ അതാണ് നമ്മുടെ റൈഡിങ് ഗിയേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഹെൽമെറ്റ് സെറ്റപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് സെറ്റപ്പ്. ഞാൻ യൂസ് ചെയ്യുന്നത് MT ഹെൽമെറ്റാണ്. ഇതിൻ്റെ കറക്റ്റ് മോഡൽ നെയിം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ഒരുപാട് ഹെൽമെറ്റ് ട്രൈ ചെയ്തു. ഇതെനിക്ക് ഭയങ്കര സ്നഗ്, ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടില്ല, ഭയങ്കരമായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്, അധികം വെയിറ്റും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വ്ളോഗിങ് സെറ്റപ്പ് ഇതിൻ്റെയാണ് വീഡിയോ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോനെ ചെയ്യാം. പക്ഷേ ഇതാണ് സംഗതി. ഇവിടെ നമ്മുടെ എന്തതിൻ്റെ പേര് DJI Action 5 Pro വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു അഡാപ്റ്റർ, മൈക്ക് അഡാപ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്ന് നേരെ മൈക്ക് ഉള്ളിലോട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കയറ്റിയിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ട് ഇതിന് മൈക്കും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്, GoPro വാങ്ങാതെ എന്നുള്ളതും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ MT ഹെൽമെറ്റ്. ഓക്കെ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് റൈഡിങ് റിലേറ്റഡ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ റിലേറ്റഡ് റൈഡ് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. നമുക്ക് വീഡിയോസ് ഇറക്കാം. കം ഓൺ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ഒരു റൈഡ് ഉണ്ട്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം ഗിയർ ചെയ്തിട്ട് ഇറങ്ങണം. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലിപ്പ് ഇടാം. ആ ക്ലിപ്പിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ഗിയർ അപ്പ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗം ചിലപ്പോൾ 2 വ്ളോഗിൽ കാണും. അതായത് ഇതിന് തൊട്ട് മുന്നേ ഇപ്പോൾ നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നത് നമ്മൾ റൈഡിന് ഇറങ്ങാൻ പോകണം. അപ്പോൾ അതാണ് നമ്മൾ ഡ്രസ് ചെയ്യുന്നത്. ഈ സെയിം സാധനം ഇതിന് തൊട്ട് മുന്നുള്ള വ്ളോഗിൽ നിങ്ങൾ കാണും. കാരണം അതിൽ നമ്മൾ ഈ റൈഡിംഗ് ഗിയറിന്റെ കംപ്ലീറ്റ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് തൊട്ട് മുന്നേ. അപ്പോൾ അതിൽ റൈഡിംഗ് ഗിയർ കംപ്ലീറ്റ്ലി കാണിക്കാൻ വേണ്ടി ഈ സെയിം ക്ലിപ്പുകൾ നമ്മൾ അതിൽ യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ റൈഡിംഗ് ഗിയർ. കാണാത്തവർക്ക് ഇതിൽ കാണാത്തവർക്ക് വിശദമായിട്ട് റൈഡിംഗ് ഗിയർ കാണുന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നുള്ള വീഡിയോ നോക്കിയാൽ മതി. ആദ്യം ഞാൻ എന്തായാലും പാന്റ് ഇടുന്നത് വീഡിയോ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാന്റ് ആദ്യം തന്നെ എടുത്തിട്ടു. പിന്നെ അതുപോലെ ഈ ഇന്നർ ഈ സാധനം എടുത്തിട്ടു. അപ്പൊ ഇനി ആദ്യം ബൂട്ട് ഇടണം ജാക്കറ്റ് ഇടുന്നതിന് മുന്നേ. കാരണം ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുനിയാണ് ബുദ്ധിമുട്ടാണ്. വയറ് നോക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ബൂട്ട് ഇടാം. ബൂട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ജാക്കറ്റും കൂടെ ഇടാം. ജാക്കറ്റും കൂടെ ഇട്ടിട്ട് ടോട്ടൽ ഉള്ള ഒരു ലുക്ക്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മളൊരു സാധനം പറയാൻ മറന്നുപോയി. അല്ലെങ്കിൽ അത് കഴിഞ്ഞ വ്ളോഗല്ല ഈ വ്ളോഗിൽ തന്നെ. ഇത് നിങ്ങൾ കാണുന്നത് റൈഡിംഗ് ഗിയറിന്റെ വ്ളോഗ് ആണെങ്കിൽ ഇതേ വ്ളോഗില് തൊട്ട് മുന്നുള്ള ക്ലിപ്പിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു സാധനം നമ്മുടെ ഗ്ലൗസ് ആണ്. ആ ഗ്ലൗസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. കാരണം റൈഡിംഗ് ഗിയർ എല്ലാം പറഞ്ഞ് എല്ലാം തീർന്നപ്പോൾ ആലോചിച്ചു നമ്മൾ ഗ്ലൗസിനെ കുറിച്ചൊന്നും പരാമർശിച്ചില്ല. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് റൈഡ് പോകുന്നത് ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റൈഡ് ഒന്നുകിൽ ജബിൾ ജേസ് അല്ലെങ്കിൽ ഇവിടെ എവിടേക്കെങ്കിലും ആയിരിക്കും. ഒരു ലോങ് റൈഡിനുള്ള പോക്കാണ്. ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നേരെ നമ്മൾ ആദ്യം ദീപിന്റെ അടുത്ത് പോയി ദീപിനെ ജോയിൻ ചെയ്യും. അവിടുന്ന് പിന്നെ ബോബിച്ചിനുണ്ടോന്ന് അറിയില്ല. പിന്നെ HR ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. പോയി നോക്കാം ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോ ആദ്യം ജാക്കറ്റ് ഇടുന്ന ഗ്ലൗസ് ജാക്കറ്റ് ഇട്ടേക്കാം. ജാക്കറ്റ് ഇട്ടിട്ട് ഞാൻ ജാക്കറ്റ് ഇട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഗ്ലൗസും കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൊലൈസിന്റെ ജാക്കറ്റ്. വയറ് ഓർക്കണം. ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക്. ഇനി ഗ്ലൗസും കൂടെ കാണിച്ചു തരാം. എന്നിട്ട് കംപ്ലീറ്റ്ലി ഞാനൊരു എണീറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ സാധനം കാണിച്ചു തരാം. അപ്പൊ 1 മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൗസ്. എഗെയിൻ സെയിം ബ്രാൻഡാണ്. സൊലൈസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. എല്ലാം നമ്മളെ തരുന്നത്. അപ്പോൾ ഇവിടെ നക്കിളിന് ഗാർഡ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുവരെ ഇതും വെച്ചിട്ട് ഇത് വയർ ചെയ്ത് ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെയും ഒരു പാഡുണ്ട്, ഇവിടെയും ഒരു പാഡുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആണ് കുറേയൊക്കെ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് ഗ്ലൗസ് ഉള്ളത്. ഇനി കംപ്ലീറ്റ്ലി റൈഡിംഗ് ഗ്ലൗസ് ഇടണ്ടല്ലോ. ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് റൈഡിംഗ് ഗിയർ ജസ്റ്റ് എങ്ങനെയുള്ളത് കണ്ടാൽ പോരെ. അത് ഇപ്പോൾ ഒരു കറക്കം വീഡിയോ ഞാനിപ്പോൾ കാണിച്ചാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ റൈഡിംഗ് ഗിയർ ഇട്ടാലുള്ള ഫുൾ വ്യൂ. ഓക്കെ, ഇത് ജാക്കറ്റ് നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്യും പോകുമ്പോൾ. പിന്നെ പാൻറ്, ബൂട്ട് എല്ലാം ആയല്ലോ. ഇതാണോ ബാക്കിൽ കൂന്, ഒരു റേസിംഗ് ജാക്കറ്റ് പോലുള്ള ഒരു ഫീലില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അച്ചയർ. ഓക്കെ, അപ്പോൾ ഗൈസ് അതായത് റൈഡിംഗ് ഗിയറിന്റെ വീഡിയോ. ഇനി ഇത് കഴിഞ്ഞ ഉടനെ ഈ വീഡിയോ തന്നെ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ ഉടനെ ഒരു റൈഡിന്റെ വീഡിയോ വരുന്നുണ്ട്. അത് എങ്ങോട്ടാണെന്ന് അറിയണമെങ്കിൽ അടുത്ത വീഡിയോ ഏതാണെന്ന് ചെക്ക് ചെയ്താൽ മതി. എങ്ങോട്ടാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. പോയി നോക്കാം. അപ്പോൾ ഐ വിൽ സീ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.